ഇനി പ്രതീക്ഷിച്ചുള്ള പടം ബ്രഹ്മയുഗമാണ്. ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്നത് അത് മമ്മൂക്കയുടെ വേറെ എക്സ്പെരിമെൻ്റാണ്. ഇതിൽ ഏറ്റവും ഗ്യാരണ്ടികൾ നടന്നും സ്ക്രിപ്റ്റ് ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്ന മമ്മൂക്കയാണ്. ലാലേട്ടൻ്റെ വാൽബം കണ്ടു, അത്ര മോശം പടമൊന്നുമല്ല. ലാലേട്ടൻ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ആരും അംഗീകരിക്കുന്നില്ല. എന്തായാലും മമ്മൂക്കയുടെ ടൈമാണ്. 2022, 2023, ഇപ്പോൾ 2024 പുള്ളിയാണ്. ഇവൻ യാത്ര ടു നല്ല റിവ്യൂ കിട്ടിക്കണം, നല്ല റിപ്പോർട്ട് കിട്ടിക്കണം. പിന്നെ ഹോസ്റ്റലർ പുള്ളി ഉണ്ടായിരുന്നു. ഈ വർഷം പുള്ളിയാണ് കൊണ്ടുപോകും. പിന്നെ ഇതിൽ അർജുന അശോകനുണ്ട്, അവിടെ പിന്നെ സിദ്ധാർത്ഥ് ഭരതനുണ്ട്. എവിടെയും കാണാതെ ജോണ്ടർക്ക് വിളിച്ച് ചെയ്യും. ഭയങ്കര എക്സ്പെരിമെൻറ്റാണ് ചെയ്യുന്നത്. പടം ക്രിട്ടിക്സിന് ഇഷ്ടപ്പെടും, മാസ്റ്ററിന് ഇഷ്ടപ്പെടും, ഓഡിയൻസിന് ഇഷ്ടപ്പെടും. നന്നായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ്. നമുക്ക് നെഗറ്റീവ് റോളാണ്. വിരൂപനായിട്ട് അഭിനയിക്കുന്ന വിധേയനായിട്ട് കുറച്ച് സമയം തോന്നി. എന്തായാലും ഇപ്പോൾ പുഴുവായാലും റൊസാക്കായാലും എല്ലാം നല്ല പടങ്ങളാണ്. ഒരുപാട് പോലും മോശമല്ല, എല്ലാം നല്ല ഡിഫറെൻറ്റ് പടങ്ങളാണ്. അപ്പോൾ പുള്ളിയുടെ ടൈമാണ്. ഒരു മോഹൻലാൽ ആരാധനയിൽ കുറച്ച് നിരാശയുണ്ട്. അല്ലെങ്കിൽ ലാലേട്ടൻ തിരിച്ചു വരും. ലാലേട്ടൻ ഇനി വളരെ നല്ല ഫിലിംസ് വരും. ബറോസിലെങ്കിലും അറിയില്ല. ബാലിബിന് അത്ര മോശം പടമല്ല. അത് കുറച്ച് സ്ലോ ആയി പോയതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോഴത്തെ ഓഡിയൻസ് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്ക് ഇന്ത്യൻ സിനിമയിലെല്ലാം കാണാത്തൊരു പടമാണ്. എന്നാലും ഇപ്പോൾ ഏറ്റവും മുങ്ങിയിരിക്കുന്നത് മമ്മൂട്ടി തന്നെയാണ്. പുള്ളിയുടെ സെലക്ഷൻ സ്ക്രിപ്റ്റ് നോക്കുന്നതാണ്. മമ്മൂക്കയായിട്ട് നല്ല ആക്ടർ മോഡൽ തന്നെയാണ്. പക്ഷേ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതും യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കുന്നതും മമ്മൂക്കയാണ്. അപ്പോൾ മമ്മൂക്കയുടെ ടൈമാണ്. പക്ഷേ മോഹൻലാൽ ഫാൻ ചെയ്ത് വിഷമമുണ്ട്. ലാലേട്ടൻ വരണം വളരെയധികം ആഗ്രഹമുണ്ട്. ഏത് നാൾ ഫിലിമായാലും. പക്ഷെ അതുപോലും ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു. ഇതൊന്നും ലാലേട്ടനൊരു PR വർക്ക് എടുത്തതുപോലെ തോന്നുന്നുണ്ട്. ലാലേട്ടൻ എന്ത് ചെയ്താണ് പ്രശ്നമായി മാറുകയാണ്. എന്തായാലും മമ്മൂക്ക ഇനിയും ഇങ്ങനത്തെ ഒരുപാട് സിനിമ ചെയ്യും. അടുത്ത കാലത്ത് റിട്ടയർ ചെയ്യാൻ പോകുന്നില്ല. പുള്ളിയുടെ ടൈമാണ്. പുള്ളിക്ക് ഇപ്പോഴത്തെ ഓഡിയൻസ് പൾസ് അറിയാം. യങ്സ്റ്റേഴ്സ് ഒരുപാട് ചാൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും സിനിമയോട് വളരെ പാഷനാണ്. ആക്ടിങ്ങിനോട് ഭയങ്കര അഭിനവേശമാണ്. ഇപ്പോൾ പണ്ടെല്ലാം കമലഹാസനെല്ലാം എക്സ്പെരിമെൻ്റ് ചെയ്ത പോലെയാണ് മമ്മൂട്ടി ഇപ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഭീഷ്മയായാലും പുഴുവായാലും കാതലായാലും എല്ലാം ഡിഫറെൻറ്റ്, എല്ലാം ഉഗ്ര പടങ്ങളാണ്. ഇതെല്ലാം 28 കോടിയുടെ ഫിലിമാണ്. ഇത് ക്രിട്ടിക്സിന് ഇഷ്ടപ്പെടും, സാധാ ഓഡിയൻസിന് ഇഷ്ടപ്പെടും. ഇനി ഈ വർഷം പ്രതീക്ഷിച്ച പടം ബ്രഹ്മയുഗമാണ്. ടീച്ചർ ഇന്നലെ കണ്ടിരുന്നു. എന്താ പറയുക, ഒരു വെറൈറ്റി സംഭവം തിയേറ്ററിലേക്ക് വരാൻ പോകണമെന്നുള്ളൊരു മുന്നോടിയാണ് ടീച്ചർ. എന്തായാലും കഴിഞ്ഞ വർഷം മമ്മൂട്ടി ചെയ്ത ഒരുപാട് വ്യത്യസ്തമായ ചിത്രങ്ങൾ, കണ്ണൂർ സ്ക്വാഡ്, കാതൽ പോലത്തെ കുറേ ചിത്രങ്ങൾ. ഈ വർഷം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതിൽ ഹോസ്റ്റലർ വന്നു. ഇനി അടുത്ത് വരാൻ പോകുന്ന ബ്രഹ്മയുഗം. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. എന്നാലും ഇദ്ദേഹത്തെ ഒരു സംവിധായകൻ രാഹുൽ സദാശിവൻ, അദ്ദേഹത്തിൻ്റെ ഇതിന് മുന്നത്തെ പടം ഭൂതകാലമാണ്. അതൊരു ഹൊറർ ബേസ്ഡ് സിനിമയാണ്. ഇതും തോന്നുന്ന ഒരു ഹൊറർ ത്രില്ലറാണ് തോന്നുന്നു. എന്തായാലും തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ബ്രഹ്മയുഗം ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യാൻ പോകുന്നൊരു സിനിമയായിരിക്കുന്നൊരു നോ ഡൗട്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു മാഗസിൻസ്, ഇന്ത്യയിലെ തന്നെ ഫേമസ് മാഗസിൻസ് നടത്തിയൊരു റിപ്പോർട്ടിൽ എക്സ്പെഷ്യലി സിനിമാ പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്ന 10 പടങ്ങളുടെ ലിസ്റ്റിൽ എനിക്ക് തോന്നുന്നു 3ാമത്തെ പടയുടെ ലിസ്റ്റിൽ വന്ന ബ്രഹ്മയുഗമാണ്. മാജിക് ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം ബ്ലാക്ക് ആൻഡ് ഷെയ്ഡിൽ വരുന്ന പടമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ടീസർ നമ്മൾ ഇറങ്ങിയായിരുന്നു. ഞാനൊരു 2-3 പ്രാവശ്യം അടുപ്പിച്ച് തന്നെ നോക്കിയത്. പ്ലേസ് ചെയ്തേക്കുന്ന ക്യാരക്ടറൈസേഷൻ, അർജുന അശോകൻ, മമ്മൂക്ക പറയണ്ട. പലരും വിധേയനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നതാണെന്നുണ്ട്. നമ്മൾ കമ്പാരിസണിലൊന്നും നിൽക്കണ്ട. പക്ഷെ നമുക്ക് ചെയ്തു വെച്ചേക്കുന്ന സാധനം ഓസം സാധനമാണ്. ഇപ്പം വിധേയനാണെങ്കിലും അതുപോലെ തന്നെ അതിനുശേഷം വന്ന 1-2 പടങ്ങളിലും മമ്മൂക്കയുടെ ഇതേ ഷെയ്ഡ് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഐറ്റം ആയിരിക്കും മമ്മൂക്കയിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഒരു പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ ചർച്ച ചെയ്യുന്ന ഹിറ്റാവുന്ന മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ ദിശ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ലെവൽ ഐറ്റം ആയിരിക്കും ഇത്. ഈ ബ്രഹ്മയുഗം എന്നുള്ളത് നോ ഡൗട്ട്. കാരണം ഈ ഡയറക്ടറുടെ ഇതിന് മുമ്പുള്ള പടം കണ്ടവർക്കറിയാം ആ ഡയറക്ടറുടെ റേഞ്ച് എന്ന് പറയുന്നത്. ആ റേഞ്ച് മമ്മൂക്കയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് മമ്മൂക്ക ആ ഡേറ്റ് കൊടുത്തേക്കുന്നത്. സോ ഞെട്ടിക്കും എന്നുള്ളതിൽ നോ ഡൗട്ട് പൊളിക്കും മമ്മൂക്ക.